പക്ഷെ അതിന്റെ പേരിൽ വ്യൂസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മാഹിന്റെ ഈ ഒരു പോസ്റ്റിനെ പറ്റിയാണ്. മാർച്ച് 9 തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. നമ്മൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് ഒരു ലൊക്കേഷനിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പം ഞാൻ ഒരു വില്ലേജിലാണ്. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹി പുള്ളിക്കാരൻ മിസ്സിംഗ് ആണ് എന്നും പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പെറുവിലെ ആമസോൺ കാടുകളിലൂടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസമായിട്ട് വിവരങ്ങളൊന്നുമില്ല. ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റ് മാഹിന്റെ പല അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലായിടത്തും സ്കെഡ്യൂൾഡ് പോസ്റ്റ് കാണാനിടയായി. വേർ ഈസ് നോമാഡ് എന്നുള്ള രീതിയിൽ അപകടപ്പെട്ടേക്കാം, മരണപ്പെട്ടേക്കാം എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുള്ളി ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. വലിയൊരു അപകടം സംഭവിച്ചു എന്നാണ് മാഹിൻ പറയുന്നത്. പുള്ളി പറയുന്ന ഡീറ്റെയിൽസിനകത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് മാഹിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നീ നല്ല ട്രാവലറാണ്, നീ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുത്തനാണ്. യൂട്യൂബിൽ നിനക്ക് വ്യൂസ് നീ ഡിസർവ് ചെയ്യുന്നതിനേക്കാളും കുറവാണ്, അത് യാഥാർത്ഥ്യമാണ്. നീ ഇപ്പോൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് എത്തുന്ന ആ ഒരു വീഡിയോയ്ക്കൊന്നും 1 ലക്ഷമോ 2 ലക്ഷമോ ഒന്നും അല്ല ഡിസർവിങ് ആയിട്ടുള്ള വ്യൂവർഷിപ്പ്. അതിനേക്കാളും ഒരുപാട് മുകളിലാണ്. പക്ഷെ അതിന്റെ പേരിൽ വ്യൂസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മാഹിന്റെ ഈ ഒരു പോസ്റ്റിനെ പറ്റിയാണ്. ഇന്നത്തെ മാഹിന്റെ ഞാൻ തിരിച്ചു വന്നു, ഞാൻ എലൈവാണ് എന്ന് പറഞ്ഞിട്ട ആ ഒരു പോസ്റ്റ്, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് സംശയം തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇവൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്ന ഡേറ്റ്സും ഇപ്പം ഇവൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന പോസ്റ്റിന്റെ ഡേറ്റും ഒക്കെ തമ്മിൽ കുറെ മിസ്മാച്ച് ഫീൽ ചെയ്തു. ഇവൻ മനഃപൂർവ്വം ഒരു ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ട്, നമ്മൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റ് ഞാൻ പറയുന്നില്ല, അപ്പം മനഃപൂർവ്വം ഇട്ടത് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മാഹിൻ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യം ഞാൻ വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ച് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ക്യാമറ നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു പിടി മാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 ദിവസം എൻ്റെ ദേഹം ഫുള്ള് ഭയങ്കര വേദനയായിരുന്നു. കാരണം എല്ലൊക്കെ എന്തോ ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്ക്യൂസായി ആണ് കയറി പിടിച്ച് ഞാൻ എൻ്റെ വാരിയെല്ലാം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സ്ക്യൂസായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചുറീസ് അതൊക്കെ മാറി തുടങ്ങി. കയ്യിൽ മുറിവുകൾ, കാലിൽ മുറിവുകൾ, പിന്നെ ഈ കാട്ടിലൂടെയൊക്കെ നടന്നതിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ജംഗിൾ മൂവി കണ്ട ഫീലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. ഇത് പ്രഥമ ദൃഷ്ടിയെ ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇതിനകത്ത് കുഴപ്പം എന്നൊന്നും തോന്നുന്നില്ല. എന്നാൽ ഇതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് അതെന്നെ ഹുക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 ദിവസം എൻ്റെ ദേഹം ഫുള്ള് ഭയങ്കര വേദനയായിരുന്നു. കാരണം ആദ്യത്തെ 2 ദിവസം കുറച്ച് വേദനയായിരുന്നു എൻ്റെ ദേഹം മൊത്തം. ഇവനൊരു അപകടത്തിൽപ്പെട്ടു, തുഴഞ്ഞ് എങ്ങനെയൊക്കെയോ കാട്ടിൽ വന്നു, ആ കാട്ടിലൂടെ കുറച്ച് സഞ്ചരിച്ചു, പിന്നെ അവിടുന്ന് ആളുകൾ രക്ഷപ്പെടുത്തിയാണ് ഇപ്പം ഇവൻ നിൽക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ ഇവനെ എത്തിച്ചത്. ഫോണും ക്യാമറ എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനകത്ത് പറയുന്ന ആ ഒരു കാര്യം, ആദ്യത്തെ 2 ദിവസം എനിക്ക് വേദനയായിരുന്നു. വിച്ച് മീൻസ് ഈ ഒരു വീഡിയോ നമ്മളോട്ട് വരുന്നത് ആ ഒരു അപകടം ഉണ്ടായി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. ഇനി അങ്ങനെ കണക്ക് കൂട്ടിയാൽ തന്നെ മെനങ്ങാന്നാണ്, എന്ന് വെച്ചാൽ മാർച്ച് 16 ഇവൻ ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റ് ഇടുന്നത്. മാഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നുമില്ല. സുരക്ഷിതനായിരിക്കാം, അല്ലെങ്കിൽ അപകടകരമായ ആമസോണിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 days ago ആണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മാർച്ച് 18 രാവിലെ 4:36 അതുകൊണ്ടാണ് 2 days ago എന്ന് കാണിച്ചേക്കുന്നത്. നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ മാർച്ച് 16 ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. മാഹിന്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഇന്നിട്ട വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ, ഈ റാഫ്റ്റിങ്ങിന് പോകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് മാർച്ച് 12 ഈ മാർച്ച് 12 കഴിഞ്ഞ് മാർച്ച് 16 ആയപ്പോഴാണ് ഇതുപോലത്തെ ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റ് വരുന്നത്. ഇങ്ങനൊരു പോസ്റ്റ് കാണുമ്പോൾ ഇവന്റെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ ഒരു കൺസേൺസും ഒക്കെ ഉണ്ടാവും. എന്താണ് സംഭവിച്ചത്, ചെറുക്കൻ എവിടെ പോയേക്കാണ്, ഒരു വിവരം ഒന്നും ഇല്ലല്ലോ. സോ എനിക്ക് പറയാനുള്ളത്, ആ ഒരു ആകാംക്ഷയാണ് മാഹിൻ മുതലെടുക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് 100% ഉറപ്പായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ കണക്കൂട്ടിൽ ശരിയാണോ ഇല്ലയോ നിങ്ങൾ തന്നെ കേട്ടിട്ട് പറ. മാർച്ച് 12 വീഡിയോ ഇടുന്നു, മാർച്ച് 16 പോസ്റ്റ് ഇടുന്നു.
കാണുവാനില്ല. എന്നിട്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് വന്ന് പറയുന്നു ആദ്യത്തെ 2 ദിവസം അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഒന്നും കൂടെ നമുക്ക് പുറന്നോട്ട് പോവാം. ഇത് മാഹീൻ മാർച്ച് 9 തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. മാർച്ച് 9 വിച്ച് മീൻസ് നമ്മൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് ഒരു ലൊക്കേഷനിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത്. ഇതാണ് ആ ലൊക്കേഷൻ. നമ്മളിപ്പോൾ ഈ കണ്ട മാർച്ച് 12 അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്ത് ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ, സെയിം ലൊക്കേഷൻ. ഇതേ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് മാർച്ച് 9 ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ലെറ്റ് us assume മാർച്ച് 9 ആണ് ഈ ഫോട്ടോ എടുത്ത അതേ ദിവസം തന്നെയാണ് മാഹീൻ ആ ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്തത്. മേ ബി മാർച്ച് 8 എന്ന് പറയുകയാണെങ്കിൽ മാഹീൻ പിന്നെയും പെടും. മാർച്ച് 7 എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പെടും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് തന്നെ എടുക്കാം. മാർച്ച് 9 ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, അന്ന് തന്നെയാണ് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 12 അപ്ലോഡ് ചെയ്ത വീഡിയോ മാഹീൻ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 9 ആണ്. മാർച്ച് 9 രാത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വെൻസ്ഡിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നു, അവിടെ അവർ ഹണ്ടിങ്ങിനൊക്കെ പോകുന്നു, അവിടെ അവർ അന്നത്തെ രാത്രി തങ്ങുന്നു. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് മാഹീൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവരുടെ ഫാമിലിയുടെ കൂടെ മരിച്ചിന് പറിക്കാൻ പോയത്, അവരുടെ കൂടെ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്തത്, മുതലേ ഇറച്ചി കഴിച്ചത്. അപ്പം കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ മാർച്ച് 10 അവർ അഡീഷണൽ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. നെക്സ്റ്റ് ഡേ മാർച്ച് 10 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇവരുടെ റാഫ്റ്റിംഗ് തുടങ്ങുകയാണ്. അതേ ദിവസം തന്നെയാണ് ഇവർക്ക് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. രാത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും മാഹീൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ അസ്യൂം ചെയ്യാം ഇവർ തുടങ്ങിയ സമയത്ത് തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയപ്പോൾ തന്നെ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിന്റെ അടുത്തുള്ള ഗ്രാമവാസികൾ വന്ന് ഇവരെ രക്ഷിച്ചു, എന്നിട്ട് ആ ഒരു ഗ്രാമത്തിലോട്ട് ഇവരെ എത്തിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് മാർച്ച് 11 12 ആയിരിക്കണം. ഓൾറെഡി ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഈ റാഫ്റ്റ് തകരുന്നതും ഇവരെ രക്ഷിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഇതൊരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് അല്ല. ഇവരുടെ ഈ ഒരു ട്രാവല് 3-4 ദിവസം നീണ്ടു നിന്നിരുന്നെങ്കിൽ മാഹീൻ പറഞ്ഞ കഥ ഇനിയും നീണ്ടേനെ. ആ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പെട്ടെന്ന് ഇവർക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ ഇവർ എത്തിച്ചേർന്നേനെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു റാഫ്റ്റ് തകർന്നത് തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരം പോകേണ്ടി വന്നിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ മാർച്ച് 16 ഇവൻ സ്കെഡ്യൂൾ ചെയ്തെന്ന് പറഞ്ഞേക്കുന്ന പോസ്റ്റ് വീണേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റ് ജനങ്ങളിലോട്ട് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം ഫോണും കാര്യങ്ങളെല്ലാം പോയി. ഇപ്പൊ ഈ വീഡിയോ എടുത്ത ഫോൺ തന്നെ മറ്റാരുടെയോ ഫോൺ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ മേടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഇത്ര അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്കെഡ്യൂൾ ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാമായിരുന്നു. വെറുതെ ജനങ്ങളിലോട്ട് ഒരു ഭീതി ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ ബലമായ സംശയം അത് സ്കെഡ്യൂൾ ചെയ്ത പോസ്റ്റ് ഒന്നും അല്ല, ഇവൻ തന്നെ ഒരു റീച്ചിന് അത് ചെയ്ത് കൂട്ടിയതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. സോ അതുകൊണ്ട് എൻ്റെ പൊന്ന് മാഹീനെ, നിന്റെ യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണ്. നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് നീ ഡിസർവിങ് ആണ്. പക്ഷെ ഒരിക്കലും ഇമാതിരി പരിപാടി ചെയ്യരുത്, സീരിയസ്ലി ചെയ്യരുത്. സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും പറ്റിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനി മാഹീൻ്റെ യാത്രയിലോട്ട് വരാം. മാഹീന് സംഭവിച്ചത് എന്താണെന്ന് മാഹീൻ തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. കുറേ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. അങ്ങനെ വലിയ വൃക്ഷങ്ങൾ ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ്, വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഇവരുടെ ഈ ഒരു ജേർണി റിസ്യൂം ചെയ്യുന്നത് വെൻസഡോസ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജിൽ നിന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഈ ഒരു റാഫ്റ്റ് ചങ്ങാടം വളരെ അൺസ്റ്റേബിൾ ആണ്. ഒരിക്കലും ആ ഒരു റിവറിന്റെ കറണ്ടിന് ഈ ചങ്ങാടം വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവറിന്റെ പേര് ആമസോൺ എന്നല്ല, നാപ്പോ റിവർ എന്നാണ്. ഈ നാപ്പോ റിവർ ചെന്ന് കയറുന്നത് ആമസോണിലോട്ടാണ്. ഈ ആമസോൺ റിവറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള റിവറാണ് ഈ നാപ്പോ റിവർ. ഇത് നാരോ ആണ്, ആമസോണിനേക്കാളും ഭയങ്കര വേഗത്തിൽ ഒഴുക്കുള്ള നദിയാണ്. കൂടാതെ ഈ ആമസോണിനേക്കാൾ കൂടുതൽ ഡെബ്രീസ് ഉണ്ടാവും. ഈ മരക്കൊമ്പുകളും അതും ഇതൊക്കെ വീണ് അല്ലെങ്കിൽ കുറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റിവറാണ്. ആമസോണിനേക്കാളും ഡേഞ്ചറസ് ആണ്. ഇവരുടെ ഈ ഒരു യാത്രയിൽ ഇവർ ബേസിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഗിയേഴ്സ് പോലും ഇല്ല. ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പ്രോപ്പർ നാവിഗേഷൻ ടൂൾസ് പോലും ഇല്ല. മാത്രമല്ല ഇവരാരും ചങ്ങാടത്തിൽ പോയി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളല്ല. ഈവൻ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സണിന് വരെ ആമസോൺ റിവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിവറിലൂടെ പോകുന്ന സമയത്ത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ മോഡറേറ്റ് ആണ്. അപ്പം ഇവന്മാർ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. ജീവനോടെ വന്നത് തന്നെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. മാഹീൻ ഒറ്റബുദ്ധിയാണ്, അവന് തോന്നുന്ന കാര്യമാണ് അവൻ അതുപോലെ ചെയ്യുന്നത്. പക്ഷെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇത് ഭയങ്കര മണ്ടത്തരമാണ് കാണിച്ചത്. ഭയങ്കര മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടത്തരമാണ് കാണിച്ചത്. എല്ലാം കൂടെ കൊണ്ടുവന്ന്
ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവർ പുഴ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ചാടിപ്പോകാൻ വേണ്ടി നോക്കി. പെടപ്പോഴും അതെടുത്തുകൊണ്ട് പോയി. അവർ 2 പേര് അങ്ങനെ പുഴയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കിപ്പോയി. ഇവരുടെ ഈ ഒരു ജേർണി ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആകാനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങാടം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു റിവറിന്റെ ഒഴുക്ക് ഭയങ്കരമാണ്. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങാടത്തിന് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഇല്ല. ഇവർ തുഴഞ്ഞാണ് അതിന്റെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്നത്. അത് നോർമൽ ആയിട്ടുള്ള റിവറിലൊക്കെ നടക്കുമായിരിക്കും തുഴഞ്ഞ് ഡയറക്ഷൻ നിയന്ത്രിക്കാൻ. ഈ റിവറിലോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആമസോൺ പോലുള്ള അല്ലെങ്കിൽ ഈ നാപ്പോ പോലുള്ള റിവറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്നത് തുഴയല്ല, റിവറാണ്. ഈ റിവർ ഇവന്മാരെ അങ്ങ് കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. ഇവന്മാർ തുഴഞ്ഞ ഡയറക്ഷനിൽ ഈ വഞ്ചി വന്നില്ല. അത് അതിൻ്റെ ഡയറക്ഷനിൽ പോയിട്ട് ഈ ഒഴുക്കിൻ്റെ ഡയറക്ഷനിൽ പോയിട്ട് അവിടെയുള്ള മരത്തടിയിൽ ഇടിച്ച് അത് തകർന്നു. 4 തടിയും കൂട്ടി കെട്ടി പ്രോപ്പറായിട്ട് അത് ആങ്കർ പോലും ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു റിവറിൽ കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ടാസ്ക് ആണ്. അതും ആ ഒരു ചങ്ങാടത്തിന് ഒരു സേഫ്റ്റിയും ഇല്ല. ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഇവന്മാർക്കാണെങ്കിൽ റാഫ്റ്റിങ്ങിന്റെ ഒരു അരിയും പിണ്ണാക്കും അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. 3 എണ്ണത്തിനും ഒരൊറ്റ ബുദ്ധിക്ക് തോന്നി ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭയങ്കര ഭാഗ്യം. ആൻഡ് ഈ വീഡിയോയ്ക്കകത്ത് ഇവൻ പറയുന്ന വേറൊരു കോമഡി പാർട്ടുണ്ട്. ഒരു സിനിമ കണ്ടിട്ടാണ് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചത്. എനിക്ക് വേറെ ഒന്നും വഴിയില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. കഴിഞ്ഞ ദിവസം ദ ലോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ മൂവി, കൊളംബിയയിലെ 3 ഇൻഡിജീനിയസ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ഒരു ഹെലികോപ്റ്റർ, ഒരു ചെറിയ ഫ്ലൈറ്റ് തകർന്ന് വീണ് ആമസോൺ കാട്ടിൽ തകർന്ന് വീണു. അതിൽ നിന്ന് എല്ലാവരും മരിച്ചു. ആ കുട്ടികൾ മരിച്ചില്ല. 11 മാസം പ്രായമുള്ള കുട്ടി വരെ ഉൾപ്പെടെ കാട്ടിലൂടെ 40 ദിവസം സർവൈവ് ചെയ്ത സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ഇന്നലെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊള്ളടാ, സൂപ്പർ. ഇത്രയൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇത്രയൊക്കെ ലോകം കണ്ടിട്ടും ഇങ്ങനെയൊക്കെ മണ്ടത്തരം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമോനെ ഞാൻ ഒന്നും പറയുന്നില്ല. അഡ്വഞ്ചറൊക്കെ നല്ലതാണ്, പക്ഷെ മണ്ടത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ ജീവൻ കളഞ്ഞിട്ടായിരിക്കരുത് അഡ്വഞ്ചർ ഉണ്ടാക്കേണ്ടത്. അവിടുന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. എടാ, ആ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ആ റിയൽ ലൈഫിൽ ആ പിള്ളേർ അത്ര ദിവസമൊക്കെ അങ്ങനെ സർവൈവ് ചെയ്തെന്നും പറഞ്ഞിട്ട് അതൊക്കെ മിറക്കിളാണ്. അങ്ങനെ എല്ലാവരും സർവൈവ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഈ ആമസോൺ കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ജീവികളെ ഞാൻ ഒന്ന് പറയാം. ഒന്ന് കൈമാൻ, നമുക്ക് വേണമെങ്കിൽ മുതലേന്ന് വിളിക്കാം. ആക്ച്വലി ഈ കൈമാനും ക്രൊക്കഡൈലും രണ്ടാണ്. ഈ ക്രൊക്കഡൈൽ കുറേ ടൈപ്പ് ഉണ്ട്. അലിഗേറ്റർ, കൈമാൻ, പിന്നെ വേറെ കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സാധനത്തിനെ മാത്രം അറിയത്തോണ്ട് നമുക്കറിയത്തില്ല. ഇതിന് ഈ കൈമാൻ എന്ന് പറയുന്നത് ജീവിക്ക് ഈ മുന്നിൽ ചെറുതായി. ഈ സാധനം ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലമാണ് ആമസോൺ. പിന്നെ വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിരാന മീനിന്റെ അറ്റാക്ക്, പിന്നെ അനാക്കോണ്ടാസ്, ഫെർഡിലാൻസ് എന്ന് പറയുന്ന സ്നേക്ക്, ഈ സാധനം അതിന്റെ സ്ഥലത്താണ് കയറി ചവിട്ടി കഴിഞ്ഞാൽ അപ്പം കടിക്കും. പക്ഷെ ഇതൊന്നും അല്ല ആമസോൺ കാടിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള തിങ്. കൊതുകാണ് ആമസോണിൽ ഏറ്റവും ഡേഞ്ചറസ്. മലേറിയ, ഡെങ്കി, യെല്ലോ ഫീവർ, ഈ 40 ദിവസമൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഈ കൊതുകും കടിച്ച് പനിയും പിടിച്ച് സർവൈവ് ചെയ്യാനൊക്കെ കുറെ പാടുപെടും. ബട്ട് പിന്നീട് ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിൻ്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാനങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോൾ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്തണം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പും വെള്ളവുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ളത്. ഒന്നും നോക്കിയില്ല. ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി. കൈ ഫുള്ള് മുറിവ്, ചെരുപ്പില്ല, ഒന്നുമില്ല. കയ്യിലൊന്നും മുറിവ് കാണുന്നില്ലല്ലോടാ മാഹീനെ. ഈ കയ്യിൽ ചെറിയൊരു മുറിവ് കാണുന്നുണ്ട്. പക്ഷെ ഈ മുറിവ് നീ അവിടെ പോയി പറ്റിയതല്ല, മറ്റേ മരം മുറിക്കാൻ പോയ നേരത്ത് പറ്റിയതാണ്. അതിനകത്ത് ആ മുറിവിനകത്ത് മരുന്ന് വെക്കുന്നതൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. എന്തെല്ലാം ആവട്ടെ, ഒന്നുമില്ല. കാലും കൈയും എല്ലാം മുറിവ്. ചിലയിടത്ത് ബുഷസ് എത്തുമ്പോൾ എൻ്റെ തല മുകളിൽ വരെ ഉണ്ടാവും. കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി ചിലയിടത്ത് വന്നപ്പോൾ
ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു വാഴമരം ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറേ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എൻ്റെ വാഴപ്പഴം എല്ലാം പോയി. അങ്ങനെ വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവർ പോയ വഴി ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോൾ ഇവരും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. അങ്ങനെ അവർ തോണി എടുത്തുകൊണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടെ നിന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, തറയിൽ കൂടെ പട്ടി എഴയുന്നത് പോലെ. കാരണം ഫുള്ള് പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഫുള്ള് ഇങ്ങനെ താന്ന് പോകുന്നു. അപ്പം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ കുഴിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിലെത്തി ഏകദേശം ഒരു വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരത്തിന് ശേഷം അവരുടെ ബോട്ടിൽ വഞ്ചിയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ കൊണ്ടാക്കി. ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇന്നലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് എല്ലാം സംഭവിച്ചത്. എൻ്റെ ബോട്ട് എന്തോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഒരു ഭയങ്കര കണക്ഷൻ കിട്ടിയ. സോ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വൈകുന്നേരത്ത് കൊണ്ടെത്തിയെന്ന്. അന്നേരം രാത്രിയൊന്നും ആയിട്ടില്ല. ഇവർ ട്രാവൽ ചെയ്ത ആ ഒരു ഡേ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇപ്പം മനഃപൂർവ്വം മറ്റേ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച പോഷൻ പറഞ്ഞ് നമുക്കിട്ട് തേമ്പിയതാണ്. ഭയങ്കര ഇമോഷനായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാനിന്ന് വീണ്ടും നല്ലതുപോലെയൊക്കെ റിപ്പയർ ചെയ്തു. എൻ്റെ ഒരു വീട് പോലെ ആയിരുന്നു ഞാൻ കരുതിയത്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ട്രാവൽ പാർട്ണറിനെ പോലെ. പക്ഷേ ഇത് സംഭവിച്ചു. ബട്ട് എന്തോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ കാണുമെന്നും രക്ഷപ്പെട്ടിരിക്കുന്നു കേട്ടോ. നമുക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സെക്കൻഡ് ഡേ തന്നെ ആ ഒരു ചങ്ങാടം അധികം ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ തകർന്നു എന്നുള്ളതാണ്. തകർന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എക്സ്ട്രീംലി ഹൈ ഹ്യൂമിഡിറ്റി ആണ് ആ ഒരു റീജിയൻ, എക്സോസ്റ്റ് ആവും, ഹൈ ടെമ്പറേച്ചർ ആണ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊതുവിൻ്റെ ഒക്കെ നല്ല ശല്യമുണ്ട്. വല്ല മലേറിയോ ഡെങ്കിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ചെല്ലാൻ പറ്റുമെന്ന് അറിയത്തൊന്നുമില്ല. എങ്കിൽ ഇതിൻ്റെ നടുക്ക് കിടന്ന് തന്നെ നല്ല രസമായിരിക്കും. മെഡിക്കൽ ഹെൽപ്പിന് പോലും ഒരു മനുഷ്യൻ പോലും ഇല്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന നദിക്ക് ഒരുപാട് കൈവഴികളുണ്ട്, ബ്രാഞ്ചസുകളുണ്ട്. ഇവൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർ നാവിഗേഷൻ ടൂൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, വീഡിയോയ്ക്കകത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇവർക്ക് അഥവാ വഴി എങ്ങാനും തെറ്റി ഈ കൈവഴിയിൽ എങ്ങാനും പോയി കയറിക്കഴിഞ്ഞാൽ തീർന്നു. ഫോണില്ല, റേഞ്ചില്ല, പെടും. ഈ കൈവഴിയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഉള്ളോട്ടായിരിക്കും ചെല്ലുന്നത്, അവിടെങ്ങും ആൾപ്പാർപ്പ് പോലും കാണത്തില്ല. അപ്പോൾ പിന്നെ മഹീനെ തപ്പിയിട്ട് ഇവിടുന്ന് ആൾ വരേണ്ടി വരും. സോ അതുകൊണ്ട് ഈ ചങ്ങാടം തകർന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് കൂട്ടിയാൽ മതി. ഈ ആമസോണിൻ്റെ ഏതാണ്ട് 40-60% സ്ഥലങ്ങളിലും ആൾപ്പാർപ്പില്ല, ആളുകളില്ലാത്ത സ്ഥലങ്ങളാണ്. ഇവന്മാർ വല്ല വഴിയും തെറ്റി അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയി പെടുന്നതെങ്കിൽ പെട്ടതാ. പിന്നെ പുള്ളിക്കാരൻ്റെ ബാഗ് തിരിച്ച് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബാഗിനകത്ത് കിട്ടിയ സാധനങ്ങളൊക്കെ ഉണക്കാൻ വെച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഒരു ഗിത്താറൊക്കെ ഇരിക്കുന്നുണ്ട്, മറ്റവന്മാർ വല്ലതും ആയിരിക്കും. ഇപ്പം നേരത്തെ മറ്റേ ഈ സ്കെഡ്യൂളിൽ പോസ്റ്റ് ചെയ്ത് കള്ളത്തരം കാണിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല, ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത്. വൺസ് ഒരു നെഗ് അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. പിന്നെ വേറൊരു സംശയം കൂടെ എനിക്കുണ്ട്, അതുകൂടെ ഒന്ന് കാണിക്കാം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ ഞാൻ ആക്ച്വലി ഫോണും ക്യാമറയൊക്കെ നഷ്ടപ്പെടാൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഫോൺ ഞാൻ അറിയാതെ ഈ റാഫ്റ്റിലായിരുന്നു വെച്ചത്. ഇടിച്ച സമയത്ത് പോക്കറ്റിലിടാൻ വേണ്ടി ഓർത്തില്ല. ഈ ക്യാമറ എൻ്റെ ഗോപ്രോ പോലത്തെ DJയുടെ ആക്ഷൻ ക്യാമറ ഇവിടെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ ഈ മരത്തിൽ കയറി പിടിച്ചപ്പോൾ ഞാൻ സ്ക്യൂസായി കേട്ടോ. ഈ മരത്തിലൊക്കെ എൻ്റെ ദേഹം ഫുള്ള് സ്ക്യൂസായിപ്പോയി, ഭയങ്കര സ്ക്യൂസായിപ്പോയി. അപ്പോൾ ഇതിനിടയിൽ ഈ ക്യാമറ പൊട്ടി വെള്ളത്തിൽ വീണ്. ഇതറിഞ്ഞില്ല. ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ച് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറ നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു പിടി മാത്രമുണ്ട്. ഓൾറെഡി ഈ പെറുവിലോട്ടുള്ള ഫസ്റ്റ് ഡേ തന്നെ മാഹിൻ്റെ ക്യാമറ ഒരെണ്ണം ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരബദ്ധം പറ്റിയാട്ടോ, എൻ്റെ ക്യാമറ ആരോ അടിച്ചുകൊണ്ട് പോയി. ഞാൻ അവരോടെ പുറത്തു പോയില്ലേ, ഇവിടെ ക്യാമറ വെച്ചിട്ട് ഈ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ എവിടെയോ പോയപ്പോൾ ഈ 2-3 ബോട്ട് ഒരുമിച്ച് കിടന്ന് ആ സമയത്ത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കേട്ടോ. എനിക്ക് കരച്ചിലും മറന്ന്
മേ ബി മൾട്ടിപ്പിൾ ക്യാമറകൾ ഉണ്ടായിരിക്കാം, ട്രാവൽ ചെയ്യുന്ന ആളല്ലേ. പിന്നെ ഒരു കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ, ഈ കഥ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല സത്യമായിട്ടും. എന്തൊക്കെയോ ഇവിടെയൊക്കെയോ പൊലിപ്പിച്ച് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ആ ഒരു സ്കെഡ്യൂൾഡ് പോസ്റ്റിൻ്റെ ആ ഒരു നെഗ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്താണെങ്കിലും അധികം ഒന്നും പറ്റാതെ തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ശരി, ബൈ.